സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഒപ്പം ചേരുന്നു. മിനിസ്റ്ററെ, ഈ സിനിമാ മേഖലയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നു. ഈ ഏറ്റവും ഒടുവിൽ വിൻസി അലോഷ്യസിൻ്റെ വെളിപ്പെടുത്തലും അതിനുശേഷം പലരും സമാനമായ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള ഉപദ്രവവും ഭീഷണിയും ഒക്കെ സിനിമാ മേഖലയിൽ ഉണ്ടെന്ന് വെളിപ്പെടുത്തലുമുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ നേരിടുക? അല്ല, ഇങ്ങനെ ചില സംഭവങ്ങൾ നേരത്തെ തന്നെ നമ്മുടെയൊക്കെ ശ്രദ്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇത് പുറത്തു പറയാൻ പലപ്പോഴും ആരും ധൈര്യം കാണിച്ചിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിലാണിപ്പോൾ വിൻസിൻ്റെ ഈ വെളിപ്പെടുത്തൽ വന്നേക്കുന്നത്. അത് അതീവ ഗൗരവമായിട്ട് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇന്നലെ ഇത് സംബന്ധിച്ച് എക്സൈസ് വകുപ്പ് മന്ത്രിയും അതിനുശേഷം ഞാനും ഗവൺമെൻറ് നിലപാട് പറഞ്ഞു. ശക്തമായ അന്വേഷണം ഉണ്ടാവും, നടപടി സ്വീകരിക്കും. ഇതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ഈ സിനിമാ നയം രൂപപ്പെടുത്തുമ്പോൾ തയ്യാറാക്കുന്ന ചില നിയമനിർമ്മാണ പ്രക്രിയയിൽ പൂർണ്ണമായി ഇത്തരം കാര്യങ്ങൾ ഷൂട്ടിംഗ് കേന്ദ്രങ്ങളിലും അല്ലെ സിനിമാ മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇൻറ്റേണലായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സംവിധാനം ഇപ്പോൾ വളരെ ഫലപ്രദമാണ്. അങ്ങനെ ഫലപ്രദമായതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പഴയതുപോലെ എന്ത് തോന്നിവാസവും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നിർമ്മാതാക്കളോടും സംവിധായകരോടും നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വമായിരിക്കും ഇൻറ്റേണലായിട്ടുള്ള ഏതെങ്കിലും തകരാറുകൾ, പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് പ്രയാസപ്പെടുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക് കൂടി ഉണ്ടാവും എന്ന കാര്യം നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റേണലായിട്ടുള്ള കാര്യങ്ങളിപ്പോൾ വളരെ ശക്തമായിട്ട് തന്നെ അവരത് നോക്കുന്നുണ്ട്. എന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതുകൂടി പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിയുന്ന നടപടികളാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ ഈ പ്രശ്നം അതിൻ്റേതായ തരത്തിൽ അന്വേഷിച്ച് അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി തന്നെ ഉള്ള പരിശ്രമം നടത്തും. ഈ ഏറെക്കാലം നേരത്തെയൊക്കെ സിനിമാ മേഖലയിൽ ക്രൂരമായ വേട്ടയാടലുകളൊക്കെ നടന്നതാണ്. ഇപ്പോൾ 2017 നടിയെ ആക്രമിച്ച സംഭവം ഉൾപ്പെടെ അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ മാറി. സിനിമാ മേഖലയിൽ സർക്കാർ കുറേ നിയന്ത്രണങ്ങളും ഇടപെടലുകളും നടത്തി. അപ്പോൾ നമുക്ക് ഏറ്റവും സുരക്ഷിതമായി വനിതകൾക്ക് സിനിമാ മേഖലയിൽ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമിടുന്നത്. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ഈ മേഖലയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അവർ പ്രത്യേകിച്ച് വനിതകൾ നൽകിയ ഒരു നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്, ഹേമ കമ്മിറ്റി. ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് അവർ നൽകിയിട്ടുള്ള കുറേ ശുപാർശകളുണ്ട്. ആ ശുപാർശകൾ നടപ്പാക്കാനാണ് തത്വത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭയമില്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തങ്ങളുടെ കഴിവുകൾ പ്രത്യേക സിനിമ സീരിയൽ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് തന്നെയാണ് ഗവൺമെൻറ് ലക്ഷ്യം. പ്രത്യേകിച്ച് വനിതകൾക്ക് 100% സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. അതിൻ്റെ ഉത്തരവാദിത്വം ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ചുമതലകളാണ് ഓരോ മേഖലയായിട്ടും തിരിച്ചു കൊടുക്കേണ്ടത്. അതാണ് നമ്മുടെ കോൺക്ലേവിലേക്ക് പോകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പം ഞങ്ങൾ ഒരു കാര്യം ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തില്ല. ഈ വനിതാ ആയിട്ടുള്ള ആളുകൾക്ക് സാങ്കേതിക മേഖലയിൽ നമ്മൾ അവരെ ഉൾപ്പെടുത്താൻ, ഇപ്പോൾ സിനിമ ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ വനിതകൾ, സാങ്കേതിക രംഗത്ത് വളരെ കുറവാണ്. ഇപ്പം നമ്മൾ സാംസ്കാരിക വകുപ്പ് ചലച്ചിത്ര അക്കാദമി വഴി വനിതകളെ തിരഞ്ഞെടുത്തിട്ട് സാങ്കേതികമായ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ സംവിധാനം മുതൽ എല്ലാ ക്യാമറ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് സ്ത്രീകൾ കൊടുക്കുക. അപ്പം ഇവരെ സിനിമാ രംഗത്ത് പുരുഷ മേധാവിത്വം എന്നുള്ളത് അവസാനിപ്പിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ തുല്യ നിലയിലുള്ള ഇടപെടൽ, അതായത് പ്രൊഡക്ഷനാണെങ്കിലും അതിൻ്റെ സംവിധാനത്തിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും തിരക്കഥയിലാണെങ്കിലും സംഗീതത്തിലാണെങ്കിലും എല്ലാം സ്ത്രീകൾക്കും തുല്യ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും കാർക്കശ്യമായി കഴിയുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് അവസാനിക്കും. അതിന് നല്ല സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കും. ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അക്കാര്യത്തിലൊരു പ്രത്യേകമായ താല്പര്യം ഈ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലത്ത് ഇത്തരം കേസുകൾ വന്നതിൽ ഒരാളും രക്ഷപ്പെടാൻ പാടില്ല. വനിതകൾക്കെതിരായി ഏതെങ്കിലും തരത്തിൽ തെറ്റായ നിലപാടുകളോ ആക്രമണങ്ങളോ ഉണ്ടായാൽ മുഖം നോക്കാതെയുള്ള നടപടി, അതാണ് ഗവൺമെൻറ് പോളിസി. ആരും ആയിക്കോട്ടെ, മുഖം നോക്കാനുള്ള നടപടിയാണ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുപോകും.
അതിലൊരു തരത്തിലുള്ള ഇടപെടലും ഞങ്ങൾ സമ്മതിക്കത്തില്ല, അത് ഉണ്ടാകത്തുമില്ല. ഈ കോളേജ് ക്യാമ്പസുകളിലൊക്കെ പരിശോധന ശക്തമാണ് മയക്കുമരുന്നിനെതിരെ. സമാനമായി തന്നെ സിനിമാ ലൊക്കേഷനുകളിലും ഇനി വ്യാപകമായ ഒരു പരിശോധനയിലേക്ക് പോകേണ്ടി വരില്ല ഇത്തരം സംഭവങ്ങളുടെ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ? അല്ല, ഇപ്പോൾ ആ പരിശോധന ഉണ്ട്. ഷൂട്ടിംഗ് കേന്ദ്രങ്ങളിലും താമസിക്കുന്ന ലോഡ്ജുകളിലും എല്ലാ പരിശോധന ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഈ സംഭവം തന്നെ പുറത്തു വന്നത്. ഒരു കേസ് ഇപ്പോൾ വന്നല്ലോ. പരിശോധന ഇല്ലാതില്ല. ഇപ്പോൾ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസും വളരെ സ്ട്രോങ് ആയിട്ട് ആ കാര്യത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ പരിശോധന നടത്താൻ പറഞ്ഞിട്ടുണ്ട്, പരിശോധന നടത്തുകയും ചെയ്യും. ഇൻറ്റേർണലായിട്ടുള്ള ചില പരിശോധനകൾ അല്ലാതെ ഞങ്ങൾ സിനിമ സംവിധാനം ഉപയോഗിച്ച് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് വിട്ടുവീഴ്ച ഇല്ലാതെ തന്നെ ചെയ്യും. അതിപ്പോൾ ഓൾറെഡി ഉണ്ട്. അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്താനാണല്ലോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി ഇതിൽ വിൻസി അലോഷ്യസിൻ്റെ പരാതിയോടെ പുറത്തു വന്ന ആ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ കർശനമാക്കും. വനിതകളായ ചലച്ചിത്ര പ്രവർത്തകർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. അതുപോലെ തന്നെ പരിശോധനകൾ ശക്തമായി തുടരും. എക്സൈസ് പരിശോധനയുമായി പോലീസും അടക്കം പരിശോധനയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. മുഖം നോക്കാതെയുള്ള നടപടി എന്ന ഉറപ്പാണ് വനിതാ സിനിമാ പ്രവർത്തകർക്ക് മന്ത്രി സജി ചെറിയാൻ നൽകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.